ജിൻഡോ എന്നൊരു മത്സരാർത്ഥി അദ്ദേഹത്തെ കാര്യമായിട്ട് ആ വീട്ടിലുള്ള സഹമത്സരാർത്ഥികളൊന്നും പരിഗണിച്ചിരുന്നില്ല. കാരണം അയാൾ മണ്ടനാണല്ലോ. മണ്ടനായ ആ മത്സരാർത്ഥി ഒടുവിൽ മിടുക്കനാണ് എന്ന് തെളിയിക്കപ്പെടുവാൻ തുടങ്ങിയപ്പോൾ സമൂഹം അകമഴിഞ്ഞ സപ്പോർട്ടാണ് ജിൻഡോയ്ക്ക് നൽകിയത്. അതെ, ജിൻഡോയെ ആവേശത്തോടെ തോളിലേറ്റിയവരാണ് മലയാളി പ്രേക്ഷകർ. ഒരു സാധാരണക്കാരൻ്റെ നിലവാരത്തിൽ സംസാരിക്കുകയും സാധാരണക്കാരൻ്റെ സങ്കടങ്ങളും കണ്ണുനീരും ദേഷ്യവും കോപവും എല്ലാം ഒട്ടും മറച്ചു വെക്കാതെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന തികച്ചും സാധാരണക്കാരനായ ജിൻഡോയെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തു. ഏറെക്കുറെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ജിൻഡോയ്ക്ക് ഇടം പിടിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ആ വീട്ടിൽ നിന്ന ആൾക്കാർക്കൊക്കെ ബോധ്യപ്പെട്ടതാണ്. കാരണം നോമിനേഷനിൽ അയാൾ വന്ന സമയത്ത് അയാൾ പുറത്തു പോകുമെന്ന് പ്രതീക്ഷിച്ചവരായിരുന്നു വലിയൊരു കൂട്ടം ആൾക്കാർ. മാത്രവുമല്ല, വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ വന്നു കൊടുത്ത പല ഹിന്റുകളും വെച്ചിട്ട് അവർക്ക് പിടികിട്ടിയിട്ടുണ്ട് ജിൻഡോയ്ക്ക് തരക്കേടില്ലാത്തൊരു സപ്പോർട്ട് പുറം ലോകത്തുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജിൻഡോയെ പുറത്താക്കുവാൻ വേണ്ടി പ്രഗത്ഭർ പഠിച്ച പണി 18 നോക്കി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വജ്രായുധമുണ്ടായിരുന്നു. അതെ, മനുഷ്യരുടെ ഹൃദയത്തെ പെട്ടെന്ന് സ്വാധീനിക്കുവാനും പ്രകോപിപ്പിക്കുവാനും കഴിയുന്ന ഒരു വജ്രായുധം തന്നെ. അതായിരുന്നു സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്നത്. പക്ഷേ അതിനെയും അതിജീവിച്ചുകൊണ്ട് ജിൻഡോ മുൻപോട്ട് വീണ്ടും നീങ്ങുവാൻ തുടങ്ങി. ഇപ്പോഴിതാ വൈൽഡ് കാർഡ് എൻട്രീസിൽ കൂടി അകത്തേക്ക് വന്ന ആൾക്കാർ മാരകമായൊരു ഫാൻ ബേസ് പുറത്ത് ക്രിയേറ്റ് ചെയ്യുവാൻ ഇതിനോടകം ജിൻഡോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അകത്തുള്ള വ്യക്തികൾക്ക് പലർക്കും മുന്നറിയിപ്പ് നൽകിയപ്പോൾ ജിൻഡോയോടുള്ള ആ കഠിനമായ ഏറ്റുമുട്ടലുകൾ പലരും അവസാനിപ്പിച്ചു. നാഴികയ്ക്ക് 40 വട്ടം ജിൻഡോയ്ക്കിട്ട് കൊട്ടുന്ന ആ പരിപാടി പലരും ഉപേക്ഷിച്ചു. കാരണം അവർക്കത് തിരിച്ചടിയാകുമെന്ന് നന്നായി അവർക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ ഈ പോക്ക് പോയാൽ ജിൻഡോ വലിയ അപകടമായിരിക്കും വിതയ്ക്കുക. ഒരു പക്ഷേ ടൈറ്റിൽ വിന്നറായെങ്കിലോ എന്നൊരു ചിന്ത പോലും പല ആൾക്കാരുടെയും ഉള്ളിലുണ്ട്. കാരണം ജിൻഡോയുടെ മാസ്മരികമായ പ്രകടനം കൊണ്ടൊന്നുമല്ല, ഫാൻസ് അത്രയധികം ജിൻഡോയ്ക്ക് ഇതിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ. വൈൽഡ് കാർഡ് എൻട്രീസ് വന്നപ്പോൾ അവരിൽ പലരും ചർച്ച ചെയ്തൊരു കാര്യവും ഇത് തന്നെയായിരുന്നു. ജിൻഡോ നന്നായി കളിക്കുന്നുണ്ട്, ജിൻഡോ ഇവിടെ നിൽക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ജിൻഡോയെ പുറത്താക്കുവാൻ വേണ്ടി കഴിഞ്ഞ ദിവസം വീണ്ടും അവിടെ നടന്ന ഒരു നെറികേടുണ്ട്. ആ നെറികേട് അഭിഷേക് ജയദീപാണ് കാട്ടിയത്. രാത്രിയിൽ ഉറങ്ങിക്കിടന്ന സമയത്ത് ജിൻഡോ തൻ്റെ തുടയിൽ ബലമായി പിടിച്ചമർത്തി 3 പ്രാവശ്യം. 2 പ്രാവശ്യമെന്ന് ഒരു കൂട്ടത്തിൻ്റെ നടുവിലും 3 പ്രാവശ്യമെന്ന് അടുത്ത കൂട്ടത്തിൻ്റെ നടുവിലും അഭിഷേക് അത് പറഞ്ഞപ്പോൾ തന്നെ സംശയമുണ്ടായിരുന്നു അത് സത്യമാണോ മിഥ്യയാണോ എന്ന്. എന്തായാലും ആ ഒരു വിഷയം വലിയ രീതിയിൽ അവിടെ ആളിപ്പടരാതിരിക്കുവാൻ ആ റൂമിലുള്ള വ്യക്തികൾ ഒരു മുൻകരുതലെടുത്തു എന്നുള്ളതിൽ അവരെ പ്രശംസിക്കാതിരിക്കുവാൻ കഴിയില്ല. സായിയൊക്കെ കൃത്യമായിട്ട് ജിൻഡോയ്ക്കൊപ്പം തന്നെ സപ്പോർട്ടോടുകൂടി നിന്നു, വിഷയം വഷളായി പോകാതിരിക്കുവാൻ. അവിടെ സിബിൻ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. അവൻ ഒരു ഗേ ആയിരിക്കുന്നത് കൊണ്ട് അവൻ്റെ മാനസികാവസ്ഥ അതാണ്. ഒരുപക്ഷെ രാത്രിയിൽ നിങ്ങൾ അദ്ദേഹത്തെ തൊട്ടിട്ടുണ്ടാവാം, ഉറക്കത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. എന്നാൽ അവൻ അതിനെ കണ്ടത് മറ്റൊരു കണ്ണുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് വെച്ചൊന്ന് എറിഞ്ഞു നോക്കാം, ഒരു പക്ഷേ വീഴാൻ സാധ്യതയുണ്ടെങ്കിലോ അതിനുവേണ്ടി ഒന്ന് അടിച്ചു നോക്കിയതാണ്. എന്തായാലും ഇപ്പോൾ ബിഗ് ബോസ് അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. രാത്രിയിൽ ഉറക്കത്തിൽ ജിൻഡോ എവിടെയാണ് പിടിച്ചത്, എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് പ്രേക്ഷക സമൂഹത്തിന് കൃത്യമായി മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടു. ആ വീഡിയോയുടെ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തായാലും പലരും ചോദ്യചിഹ്നങ്ങളുമായി മുൻപോട്ട് ആഞ്ഞെടുത്തപ്പോൾ നോറയെ പോലെയുള്ള ചില ആൾക്കാർ വീണ് കിട്ടിയ ഒരു അവസരത്തെ കൃത്യമായി മുതലാക്കുവാൻ കാത്തുനിന്ന സമയത്ത് ജിൻഡോയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. ജിൻഡോ കരഞ്ഞു. ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട്, ചിലപ്പോൾ സംഭവിച്ചേക്കാം. മുൻപും എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കതിനെ നിഷേധിക്കാൻ കഴിയില്ല. എനിക്ക് ഓർമ്മയുണ്ട് അയാളെ ഞാൻ സ്പർശിക്കുന്നതായിട്ട്. അതിനപ്പുറത്ത് ഞാൻ ബോധപൂർവം അത് ചെയ്തു. ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൊണ്ട് ഞാൻ അയാളെ കയറി പിടിച്ചു എന്ന് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ ഞാൻ മാറിക്കിടന്നുകൊള്ളാം, ഞാൻ വേണമെങ്കിൽ താഴെ കിടക്കാം എന്നൊക്കെ ജിൻഡോയുടെ ഏറ്റുപറച്ചിൽ കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അബോധാവസ്ഥയിൽ അടുത്ത് കിടക്കുന്ന ആളിൻ്റെ മുകളിലേക്ക് കാലോ കയ്യോ ഒക്കെ എടുത്തിടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ സംഭവിക്കാവുന്നതാണ്. നമ്മളൊക്കെ ബോധത്തിലല്ലല്ലോ ഉറങ്ങുന്നത്. ഇങ്ങനെയുള്ള മര്യാദകൾ പാലിച്ചു മാത്രമേ ഞാൻ ഈ വരുന്ന 6-8 മണിക്കൂർ ഇവിടെ കിടക്കൂ എന്നൊന്നും ഉള്ളിൽ പറഞ്ഞുകൊണ്ടല്ലല്ലോ നമ്മളൊക്കെ കിടന്നുറങ്ങാറുള്ളത്. ചിലപ്പോൾ സംഭവിക്കാം, ആർക്കായാലും പറ്റാവുന്ന തെറ്റുകളാണ്. അത് തന്നെയാണ് ജിൻഡോയ്ക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഒരു വിഷയം പുറത്തു വന്നതിന് ശേഷം പല വ്യക്തികളും ജിൻഡോയെ
ഇത് വെച്ചുകൊണ്ട് തന്നെ മോശക്കാരനാക്കുവാൻ പുറം ലോകത്ത് വലിയൊരു ശ്രമം നടക്കുന്നുണ്ട്. കാര്യങ്ങളെക്കുറിച്ച് ജിൻഡോ വിശദമാക്കുകയും ജിൻഡോയ്ക്ക് അവിടെ നിൽക്കുന്ന വ്യക്തികൾ മോറൽ സപ്പോർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടി അഭിഷേകും അതിനെ ഒരു വിഷയമാക്കുന്നില്ല. എന്നാൽ പുറം ലോകത്ത് ജിൻഡോയുടെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരതിനെ വീണ്ടും പൊടിപ്പും തൊങ്ങലും വെച്ച വാർത്തയാക്കി മാറ്റുകയും ഒത്തിരി ന്യായങ്ങളുമായിട്ട് അണിനിരക്കുകയും ചെയ്യുകയാണ്. അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ ഒന്ന് കമന്റ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.